രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശനി രേവതി നക്ഷത്രത്തിൻ്റെ ജന്മരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ, പരാജയങ്ങൾ, വിജയമില്ലാത്ത അവസ്ഥ, സാമ്പത്തിക നഷ്ടം, മനക്ലേശം, വിവാഹ തടസ്സം, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ബിസിനസ്സിൽ പരാജയം എന്നിവയെല്ലാം വരാൻ സാധ്യത കൂടുതലാണ്. 2025 മാർച്ച് 29 ശനി രാശി മാറുമ്പോൾ രേവതി നക്ഷത്രക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന് നൈദ്യങ്ങൾ അർപ്പിക്കുക. എള്ളു പായസം വഴിപാട്, അരവണ പായസം വഴിപാട്, കടും പായസം വഴിപാട്, നെയ്യഭിഷേകം, നെയ്വിളക്ക്, നീരാഞ്ജനം എന്നിവയെല്ലാം നടത്തി അവന് നാമം ജപിച്ച് പ്രാർത്ഥിച്ചാൽ ഒരുപാട് ഐശ്വര്യം വന്നു ചേരുന്ന ഒരു 2.5 വർഷ കാലഘട്ടമായിരിക്കും. എന്നാൽ രേവതി നക്ഷത്രം 5 വർഷത്തോളമാണ് ശനിദോഷമുള്ളത്. ഇത്രയും കാലം അയ്യപ്പസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് പ്രണയപരാജയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വിവാഹ തടസ്സങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞ് താമസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്തോഷകരം ഒരു ജീവിതമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ശനിദോഷം മാറുക തന്നെ ചെയ്യും. ശനിദോഷം മാറാൻ അത് ചിലവർക്ക് ഈ പുറത്തോട്ടോ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് അമ്പലത്തിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ശനിദോഷത്തിന് വേണ്ടി ശനീശ്വര പ്രീതിക്കുള്ള അല്ലെങ്കിൽ ശ്രീ അയ്യപ്പസ്വാമിക്കുള്ള രക്ഷകളുണ്ട്, ദേഹരക്ഷ യന്ത്രങ്ങൾ എന്നിവയെല്ലാം ധരിക്കുന്നതും വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഭഗവാന്റെ സഹസ്രനാമങ്ങളൊക്കെ നിത്യവും ജപിക്കുന്നത് നല്ലതായിരിക്കും. വിശ്വാസിയായ ഒരാൾക്ക് നാമങ്ങൾ ജപിക്കാം, അല്ലാത്തവർക്ക് ഈ രക്ഷയൊക്കെ ധരിക്കാം, ശനിദോഷം വരാതിരിക്കാനുള്ള രക്ഷയൊക്കെ ധരിക്കാം. എന്നാൽ ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അതറിയുവാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. തുടർന്ന് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.